അടുത്ത നമുക്ക് വേർബിലോട്ട് കിടക്കാം. വേർബ് എന്താണ്? ഒരു ആക്ഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ബീയിങ്. ഇതാണ് വേർബ് എന്ന് പറയുന്നത്. ഇപ്പോ റൺ അല്ലെങ്കിൽ സിറ്റ്, ഇത് നമ്മളൊരു ആക്ഷൻ ആണ്. സ്റ്റാൻഡ്, ഗോ, ഗെറ്റ്, ഇൻവൈറ്റ്, ലാഫ്, അങ്ങനെ എല്ലാം നമ്മൾ സെന്റൻസിൽ വേർബ് ഉണ്ടാവും, നൗൺ ഉണ്ടാവും, അഡ്ജക്റ്റീവ് ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. അല്ലെങ്കിൽ ഏറ്റവും മിനിമമായിട്ട് ഉണ്ടാക്കാം. അതായത് ഇതിൽ ആക്ഷൻ കാണിക്കുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കാണിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെ കാണിക്കുന്ന ഒരു പേരാണ് വേർബ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ താഴെ കൊടുത്തിരിക്കുന്നതും വേർബ്സ് ആണ്. വാക്ക്, സീം, റിയലൈസ്, ഹാവ്, ഗെറ്റ്, ഇൻവൈറ്റ്, അങ്ങനെ കുറെ ടൈപ്സ് ഓഫ് വേർബ്സ് ഉണ്ട്. ഇതിന്റെ കുറച്ച് പേരുകളൊക്കെ നമുക്ക് നോക്കാം. ആക്ഷൻ വേർബ്, ആക്ഷനിൽ ഡിസ്ക്രൈബ്സ് ആൻ ആക്ഷൻ. ദ മാൻ വാക്ക് ഡൗൺ ദ സ്ട്രീറ്റ്, അതിൽ വാക്ക് എന്ന് പറയുന്നതാണ് ഈ ആക്ഷൻ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഐ ലാഫ്ഡ് അറ്റ് ഹിസ് ജോക്ക്, അപ്പൊ ലാഫ് ചെയ്യുക, അതാണ്, അല്ല ചിരിക്കുക, അതാണ് അതിന്റെ ആക്ഷൻ, അതാണ് ആക്ഷൻ വേർബ്. പിന്നെ ലിങ്കിങ് വേർബ് എന്ന് പറയുന്നുണ്ട്. ഫീൽസ്, ഐ ആം വെരി കോൾഡ്, ഐ ആം എന്ന് പറയുന്നതാണ് ലിങ്കിങ് വേർബ്. അപ്പൊ അതിലൊരു ആക്ഷൻ അല്ല, എന്നാലും ആ ഒരു സ്റ്റേറ്റ് കാണിക്കുകയാണ്, നമുക്ക് ഫീൽ ചെയ്യാം. ഇതാണ് ലിങ്കിങ് വേർബ്. ഇതങ്ങനെ ആരും അങ്ങനെ എടുത്തങ്ങനെ വേറെ വേറെ ചോദിക്കാറില്ല. അപ്പൊ നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരുന്ന കാര്യങ്ങൾ. മോഡൽ വേർബ് എന്ന് വെച്ചാൽ മെയിൻ വേർബിനെ ഹെൽപ്പ് ചെയ്യുന്ന. ഐ മൈറ്റ് വാക്ക് ടു ദ പാർക്ക്. അപ്പൊ വാക്ക് എന്ന് പറയുന്ന വേർബാണ്, മൈറ്റ് എന്ന് പറയുന്ന ഒരു മോഡൽ വേർബാണ്. ശരിക്കും അത് ഹെൽപ്പ് ചെയ്യാണ്. ഞാൻ ചിലപ്പോ പോവായിരിക്കും, നടക്കുമായിരിക്കും പാർക്കിലേക്ക്. ഹി ക്യാൻ ഈറ്റ് ദ ലാസ്റ്റ് സ്ലൈസ് ഓഫ് കേക്ക്, അവന് വേണമെങ്കിൽ ആ കേക്കിന്റെ ലാസ്റ്റ് സ്ലൈസ് കഴിക്കാം. അപ്പൊ ഇത് മോഡൽ വേർബ് എന്ന് പറയും. ഇത് ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ ഇത് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ചോദിക്കാറില്ല. എന്നാലും ചിലപ്പോൾ അണ്ടർലൈൻ ചെയ്തിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി ഇങ്ങനെ കുറച്ച് കൺഫ്യൂസ് ചെയ്യാനുള്ള നോക്കണമുണ്ട്. ചിലപ്പോൾ ഇതൊക്കെ ഒരു അണ്ടർലൈൻ ഒക്കെ ഇട്ടിട്ട് തരാം, ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെയൊക്കെ. പിന്നെ ഉള്ളത് അഡ്വേർബ് ആണ്. അതായത് വേർബിനെ ക്വാളിഫൈ ചെയ്യുന്നത്. അതായത് വേർബിനെ പറ്റി കൂടുതൽ കാര്യം, നമ്മൾ നേരത്തെ അഡ്ജക്റ്റീവ് പഠിച്ചു, നൗണിനെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ തരും. വേർബിന് കൂടുതൽ ഇൻഫർമേഷൻ തരുന്നതാണ് അഡ്വേർബ് എന്ന് പറയുന്നത്. അപ്പൊ അതായത് ഇപ്പൊ ഈ എക്സാമ്പിൾ നമുക്ക് നോക്കാം. മൈ കാർ ഡ്രൈവ്സ് ക്വിക്ലി, അതായത് എങ്ങനെ ഡ്രൈവ് ചെയ്യുന്നു? ക്വിക്ലി ഡ്രൈവ് ചെയ്യുന്നു. അപ്പൊ അത് അഡ്വേർബ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു. When I am running late for work, I eat my breakfast promptly അല്ലെങ്കിൽ rapidly. അപ്പൊ ഈ റാപ്പിഡ്ലി എന്ന് പറയുന്നതാണ് ഇത് അഡ്വേർബ് ആയിട്ട് വരുന്നത്. ഈറ്റ് എന്ന് പറയുന്നതാണ് വേർബ്. ദ ബോയ് ഇസ് ക്രൈങ് ലൗഡ്ലി. അപ്പൊ ബോയ് എങ്ങനെയാ ക്രൈ ചെയ്യണത്? ലൗഡ്ലി. അപ്പൊ അതിന് ഫിൽ ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള അഡ്വേർബ്. ഷീ കെയർഫുള്ളി പ്രിസർവ്ഡ് ഓൾ ഹിസ് ലെറ്റേഴ്സ്. അപ്പൊ എങ്ങനെയാ പ്രിസർവ് ചെയ്തത്? ഈ ചോദ്യം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ അതിനുള്ള ആൻസർ ആണ് ഈ അഡ്വേർബ് ആയിട്ട് വരുന്നത്. പിന്നെ അത് കൺജങ്ഷൻ ആണ്. കൺജങ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? രണ്ട് ഐഡിയാസോ അല്ലെങ്കിൽ വേർഡ്സോ കണക്ട് ചെയ്യുന്ന കാര്യം. രാമ ആൻഡ് ഹരി, റാം ആൻഡ് ഹരി ആർ ഫ്രണ്ട്സ്. അപ്പൊ അതില് രാമനും ഹരിയും ഫ്രണ്ട്സ് ആണ്, അത്രേ ഉള്ളൂ. അപ്പൊ അതില് രാമനും എന്നൊക്കെ പറയണ പോലെ രാം ആൻഡ് ഹരി, ആൻഡ് ആണ് അവിടുത്തെ കൺജങ്ഷൻ. കൺജങ്ഷൻ കുറെ ഉണ്ട്, ആൻഡ്, ഫോർ, ബട്ട്, നോട്ട്, അങ്ങനെ ഈ കാണിച്ചേക്കണ എല്ലാം ഉണ്ട്. അപ്പൊ അത് നമ്മൾ ആ കറക്റ്റ് സെന്റൻസിൽ എവിടെ എന്ത് യൂസ് ചെയ്യണമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. 2 and 2 makes 4. My boyfriend and I are going on a date. I will go to the shop but not before I had something to eat. അപ്പൊ ഈ രണ്ട് സെന്റൻസുകൾ തമ്മിൽ കണക്ട് ചെയ്യണം. ബട്ട് കണക്ട് ചെയ്യും. ബട്ട് പക്ഷെ വേറൊരു കൺഫ്യൂസിങ് സാധനമാണ്. അതായത് ഒരു സാധനത്തിനൂടെ ബട്ട് യൂസ് ചെയ്താൽ, ഈ ഇവിടെ ബട്ട് യൂസ് ചെയ്താൽ അതിന്റെ ഓപ്പോസിറ്റ് മീനിങ് കൂടെ വരും അതിന്റെ കൂടെ. അതായത് ഹി ഈസ് സ്മാർട്ട് ബട്ട് ഹി ഈസ് വെരി ഷ്രൂഡ് എന്ന് പറഞ്ഞാൽ അവൻ സ്മാർട്ട് ആണ് പക്ഷെ അവൻ കുറച്ച് ഷ്രൂഡ് ആണെന്നും കൂടെ ഉള്ള ഒരു നെഗറ്റീവ് സെൻസും കൂടെ അതിനകത്ത് വരും. അതാണ് ബട്ട് യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു കുഴപ്പം. ഈ സ്മാർട്ട് ആൻഡ് ഇന്റലിജന്റ് എന്ന് പറയുമ്പോൾ അവൻ സ്മാർട്ട് ആണ് എന്നാൽ ഇന്റലിജന്റും ആണെന്നുള്ള ആ ഒരു മീനിങ് ആണ്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇത് വരും. അപ്പൊ ഐ മേ പാസ് ബട്ട് ഐ വിൽ നോട്ട് ഗെറ്റ് ഗുഡ് മാർക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് പാസ് ചെയ്യും പക്ഷെ എനിക്ക് അത്ര നല്ല മാർക്കൊന്നും കിട്ടും തോന്നണില്ല. ബട്ട് ഒരു നെഗറ്റീവ് കാര്യങ്ങളുമുണ്ട്. ഐ വുഡ് ലൈക്ക് ടു ഗോ ടു ദ മൂവി വിത്ത് യു ബട്ട് ഐ ഹാവ് സം അർജന്റ് വർക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് പോകാൻ താല്പര്യമുണ്ട് പക്ഷെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. പക്ഷേ എന്നൊക്കെ പറയണ ആ ഒരു സംഭവമാണ്. ബട്ട് ദിസ് ഇസ് എ ഗിഫ്റ്റ് ഫോർ മൈ ഫ്രണ്ട്. അപ്പൊ ഇതില് അത് കണക്ട് ചെയ്യാണ്. ഗിഫ്റ്റ് ആർക്കുള്ളതാണ്? എന്റെ ഫ്രണ്ടിനുള്ള. അപ്പൊ അത് നമ്മൾ ഫോർ വെച്ചിട്ട് കണക്ട് ചെയ്യാണ്. അതുപോലെ ഐ വാസ് ടയർഡ് യെറ്റ് ഐ സ്റ്റിൽ വെന്റ് ടു ദി ജിം. അപ്പൊ ഇത് നമ്മൾ ആ കറക്റ്റ് പൊസിഷനിൽ ഏത് വേർഡ് യൂസ് ചെയ്യണം നമ്മൾ ചൂസ് ചെയ്യണം. ഇതാണ് കൺജങ്ഷൻ. പിന്നെ സാധാരണ യൂസ് ചെയ്യുന്ന കൺജങ്ഷൻ ഫോർ അല്ലെങ്കിൽ സിൻസ് യൂസ് ചെയ്യും. ഫോർ എപ്പോഴാണ് യൂസ് ചെയ്യണമെന്ന് നോക്കാം.
അതായത് ഫോർ ഇസ് യൂസ്ഡ് വിത്ത് എ പീരീഡ് ഓഫ് ടൈം. അതായത് എത്ര നാളത്തേക്ക്. ഹി ഹാസ് ബീൻ ടീച്ചിങ് ഹിയർ ഫോർ 5 years, അല്ലെങ്കിൽ ഐ നോ ഹിം ഫോർ 10 years. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇത്ര നാളായിട്ട് എനിക്കറിയാം. ഇവിടെ ഇദ്ദേഹം 5 വർഷമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ സിൻസ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്? നമ്മളൊരു സ്പെസിഫിക് പോയിന്റ് ഇൻ ടൈം പറയുമ്പോഴാണ്. അതായത് നമ്മൾ ചില കടകളിലൊക്കെ ഉണ്ടാകും സിൻസ് 1985 അല്ലെങ്കിൽ 1957 ഒക്കെ ഉള്ളത്. അപ്പൊ അന്ന് തൊട്ടുള്ളതാണെന്നുള്ളതാണ് സിൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പണ്ടേ തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. വി ഹാവ് ബീൻ മാരീഡ് സിൻസ് 1995, അല്ലെങ്കിൽ ഐ ഹാവ് വർക്ക് ഹിയർ സിൻസ് 2008. അപ്പൊ ആ ഒരു ഡേറ്റോ അല്ലെങ്കിൽ ഇയറോ ഒക്കെ പറയുമ്പോൾ സിൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ ഒരേ എക്സാമ്പിൾ തന്നെ നമുക്ക് നോക്കാം. കൊറോണ ഹാസ് ബീൻ ഹിയർ ദെയർ വിത്ത് അസ് ഫോർ 2 years. പക്ഷെ നമ്മൾ സിൻസ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാ? കൊറോണ ഹാസ് ബീൻ ദെയർ വിത്ത് അസ് സിൻസ് 2019. അപ്പൊ നേരത്തെ നമ്മൾ സിൻസ് യൂസ് ചെയ്യില്ല. ഫോർ 2 years സിൻസ് 2019 ആണ് പറയേണ്ടത്. ഓക്കെ, ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലായി വിചാരിക്കുന്നു. പിന്നെ ഉള്ളത് പ്രൊപ്പോസിഷൻ ആണ്. അതായത് രണ്ട് വേർഡ്സ് ഓഫ് ഫ്രേസ് തമ്മിലുള്ള റിലേഷൻ. അതിൽ കുറെ വേർഡ്സ് ഉണ്ട്. ഇൻ, ഓൺ, അബൌട്ട്, അക്കോർഡിംഗ് ടു, അലോങ് വിത്ത്, എക്സെപ്റ്റ്, ഫ്രം, ഫാർ, ഫ്രം, ഹിയർ. ആ വേർഡ്സ് നോക്കുക. അപ്പൊ കാറ്റ് എവിടെയാണ് ഇരിക്കുന്നത്? ഓൺ ദ വാൾ. ഇൻ ദ വാൾ അല്ല, ഓൺ ദ വാൾ, മുകളിൽ ഇരിക്കുകയാണ്. ഐ ആം ഗോയിങ് ടു ദ സലൂൺ ആഫ്റ്റർ മൈ ഡിന്നർ. അതായത് സലൂണിൽ എപ്പോഴാണ് പോണേ? ഡിന്നർ കഴിഞ്ഞിട്ട്. ദ ബോയ് റാൻ അലോങ് ദ സ്ട്രീറ്റ് ഫോർ എത്ര നേരത്തേക്ക്? ഫോർ an hour. യു വിൽ ഫൈൻഡ് ദ തിയേറ്റർ ഇൻ ദ ടൗൺ സെന്റർ. ഓൺ അല്ല അവിടെ. അപ്പൊ ചില വേർഡ്സ് നമ്മളൊന്ന് കുറച്ച് വായിക്കുകയും ചെയ്യണം. കുറച്ച് നമ്മൾ ഇപ്പൊ ഗൂഗിളിലൊക്കെ നമ്മളെ പഠിപ്പിക്കാൻ തന്നെ റെഡി ആയി കാണും. നമ്മൾ എന്ത് സെർച്ച് ചെയ്യണമെന്നും അത്ര ഒരു സംശയമുള്ളതെന്ന് നോക്കിയാൽ ഇട്ട് കൊടുത്താൽ എക്സാമ്പിൾസ് ഒക്കെ ഇഷ്ടം പോലെ വരും. ഐ സോ ദാറ്റ് ന്യൂസ് ഇൻ ദ ന്യൂസ് പേപ്പേഴ്സ്. അപ്പൊ ഇത് ചിലപ്പോൾ ചോദിക്കാം ഓൺ ആണോ ഇന്നാണോ. അതൊരു ജസ്റ്റ് നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്യാം, അത്രേ ഉള്ളൂ. പിന്നെ ഇന്റർജെക്ഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ എക്സ്ക്ലമേഷൻ, അയ്യടാ എന്നൊക്കെ പറയില്ലേ, അത് ഇംഗ്ലീഷിൽ പറയുമ്പോ ഫ്യൂ എന്നൊക്കെ പറയണേ. വാവ്, ഗ്രേറ്റ്, ദാറ്റ്സ് ഗ്രേറ്റ്, ഓ ഹുറേ, വെൽ, വാട്ട് ഡിഡ് ഹി സേ, യാ. നമ്മൾ സാധാരണ മലയാളത്തിലൊക്കെ നമ്മളൊരു നമ്മളൊരു എന്താ പറയുക, സർപ്രൈസോ ഇതൊക്കെ കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഓ ഗോഷ് അങ്ങനെയൊക്കെ പറയും. നമ്മൾ പല യൂസേജസ് ഉണ്ട്. ഹുറേ നമ്മൾ ജയിച്ച് കഴിയുമ്പോൾ ഹിപ്പി ഹുറേ എന്നൊക്കെ പറയണ ചില വേർഡ്സ് ഒക്കെ നമ്മൾ ഇവിടെ മലയാളത്തിലൊക്കെ ആക്കിയിട്ടുണ്ട്. എന്നാലും നമുക്കും നമ്മൾ മലയാളത്തിലാവുമ്പോൾ അങ്ങനെയൊക്കെ പറയലാണ്, അയ്യോടാ എന്നൊക്കെ പറയില്ലേ. അതുപോലത്തെ വേർഡ്സ് ആണ് ഇന്റർജെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഡിറ്റർമിനേഴ്സ് എന്ന് പറഞ്ഞ കുറെ സാധനങ്ങളുണ്ട്. അതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് നെറ്റിലും കണ്ടപ്പോഴാണ് നമ്മൾ ഇങ്ങനെ പേരുകൾ കണ്ടത്. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, അത്രേ ഉള്ളൂ. അപ്പൊ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല, അത് കുറെ കൺഫ്യൂസിങ് ആവാൻ ചാൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞ സാധനമാണ്. എ ആൻഡ് ദ. അതില് എ എന്ന് നമ്മൾ സാധാരണ പറയില്ല. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നവരും അല്ലാത്തവരും എ എന്ന് പറയില്ല, എന്നാണ് പറയേണ്ടത്. ഈസ് എ ബോയ് എന്നുള്ള ഒരു സെന്റൻസ് ആണ്, ഒരു യൂസേജ് ആണ്, സൗണ്ട് ആണ് വരേണ്ടത്. ഈസ് എ ബോയ് എന്ന് പറയില്ല, അല്ലെങ്കിൽ അതങ്ങനെ എടുത്തു പറയില്ല. ഇംഗ്ലീഷുകാർ പറയുമ്പോൾ എപ്പോഴും അതൊരു ഫ്ലുവന്റ് ആയിട്ട് ഒരു ഫ്ലോയിൽ പോകണമല്ലോ. ഈസ് എ ബോയ് അങ്ങനെയൊക്കെയാണ് പറയണത്. നമ്മൾ അങ്ങനെ ഇംഗ്ലീഷ് ആക്സെന്റ് കൊടുക്കണമെന്നില്ല, പക്ഷെ അത് അതിന്റെ രീതിയിൽ തന്നെ പറയുകയാണെങ്കിൽ അങ്ങനെയാണത്. പിന്നെ ഉള്ളത് നമ്മൾ നേരത്തെ വൊവൽസും കൺസണൻസും പഠിച്ചു. ആൻ സാധാരണ വന്നത് an as, an enemy. വൊവൽസ് എന്ന് പറയുന്നത് എ ഐ ഒ യു, ആ സൗണ്ട് വരുന്ന വേർഡിന്റെ കൂടെയാണ് ആൻ ചേർക്കുന്നത്. അപ്പൊ എ വന്നുണ്ട്, ആസിന്റെ കൂടെ എ വന്നുണ്ട്, അതുപോലെ എനിമിയുടെ കൂടെ ഇ വന്നുണ്ട്, എലിഫന്റ്, ഓറഞ്ച്. ഇതിൽ ഓണസ്റ്റ് എന്നാണ് പറയുന്നത്, ശരിക്കും ഓണസ്റ്റ് എന്നല്ല, എച്ച് സൈലന്റ് ആണ്. അപ്പൊ ഓന്റെ സൗണ്ട് വരുന്നോണ്ടാണ് ആൻ അവിടെ വരുന്നത്. അതുപോലെ ആക്ടർ, ആൻ ആക്ടർ എന്ന് പറയുമ്പോ എ വന്നുണ്ട്, അല്ലെങ്കിൽ ഔൺസ് എന്ന് പറയുമ്പോ ആൻ ഔൺസ്, ആൻ അവർ, അതില് എച്ച് സൈലന്റ് ആണ്. അപ്പൊ ആൻ അവർ എന്നേ പറയുള്ളൂ നമ്മളെപ്പോഴും. എ എപ്പോഴാ യൂസ് ചെയ്യണേ? കോൺസണന്റ് സൗണ്ടിങ് വേർഡിന്റെ കൂടെയാണ്. അതായത് ബാക്കിയുള്ള വേർഡ്സ് എ ഐ ഒ യു അല്ലാത്ത വേർഡ് സൗണ്ടിങ് വേർഡ്സിന്റെ കൂടെയാണ്. എ പെൻ, എ ഫ്ലവർ, എ കാർ, എ ബോയ്, എ യൂണിവേഴ്സിറ്റി. യു ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിലും അതിന്റെ സ്പെല്ലിംഗ് യു ആണെങ്കിലും അതിന്റെ സൗണ്ട് വന്നത് വൈ ആണ്. യു വൈ വെച്ചിട്ടാണ്. എ യൂണിവേഴ്സിറ്റി, എ യൂറോപ്യൻ കൺട്രി. അപ്പൊ വൈ യു എന്നുള്ള ആ ഒരു ഇത് വരുന്നോണ്ടാണ് ഇവിടെ കൺസണന്റ് സൗണ്ട് വരുന്നോണ്ടാണ് എ വന്നേക്കുന്നത് അവിടെ.
പിന്നെ ഉള്ളത് ഡെഫിനിറ്റീവ് ആർട്ടിക്കിൾ ആണ് ദ. അപ്പൊ എങ്ങനത്തെ ചെയർ ആണ്? ആ ചെയറിൽ, ആ സ്പെസിഫിക് ചെയർ ആണ്, അല്ലെ ദ എന്ന് പറഞ്ഞാൽ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് വെറുതെ ഒരു എ ചെയർ എന്ന് പറഞ്ഞാൽ എനി ചെയർ, ഏത് ചെയർ വേണേലും ആകാം, അല്ലെ എ ഫ്ലവർ, എ പെൻ. പക്ഷെ ദ ഫ്ലവർ ദാറ്റ് ഐ ബോട്ട് ഫ്രം ദ ഷോപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ മേടിച്ച ആ പൂവുണ്ട്, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ദ യൂസ് ചെയ്യുമ്പോൾ ഒരു സ്പെസിഫിക് കാര്യമാണ്. ദ പെൻ ദാറ്റ് ഐ ബോട്ട് ഫ്രം ദ ഷോപ്പ്, അല്ലെങ്കിൽ ദ കാർ, എന്റെ കാർ, അല്ലെങ്കിൽ ദ കാർ ദാറ്റ് ഐ ബോട്ട് വാസ് ഡാമേജ്ഡ്, അല്ലെങ്കിൽ ദ കാർ ദാറ്റ് ഐ ഹയർഡ് വാസ് മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ്. അങ്ങനെ പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന കാർ ഏതാ? വെറുതെ ഒരു കാറല്ല, വേറെ വഴി കൂടെ പോയ കാറല്ല, ഞാൻ മേടിച്ച കാറല്ല, ഞാൻ ഉപയോഗിക്കുന്ന കാറല്ല, ആ സിറ്റുവേഷനിൽ ഞാൻ പറയുന്ന കാർ. ദ ഗാഞ്ചസ് എന്ന് പറയും, കാരണം ഗാഞ്ചസ് ആകെ ഒരെണ്ണേ ഉള്ളൂ, അത് ആ ഗാഞ്ചസ് ആണ്. ഏത്? ഗംഗയാണ് ഉദ്ദേശിച്ചത്. അതുപോലെ ആ സ്പെസിഫിക് ആയിട്ട് പറയുന്ന കാര്യത്തിനാണ് ദ യൂസ് ചെയ്യുന്നത്. പിന്നെ ചില യൂസേജ് ഉണ്ട്, ഹാവിങ്, ഹാഡ്, അങ്ങനെയൊക്കെ. ഹാവിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഫുഡ് കഴിക്കണേനെ ഹാവ് എന്ന് പറയും. ഹാവ് ഫുഡ്, ഹാവ് ഡിന്നർ, ഹാവ് ലഞ്ച്. അതെന്ന് വെച്ചാൽ കഴിക്കാന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അപ്പൊ അത് അങ്ങനെ ഒരു യൂസേജ് ഹാവിങ്ങിനുണ്ട്. അല്ലെ ഹാഡ് ഡിന്നർ പാസ്റ്റ് ടെൻസിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇത് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. സാധാരണ ഹാവ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാറുണ്ട് അങ്ങനത്തെ കാര്യത്തിന്. പിന്നെ ഉള്ളത് ഓക്സിലറി വേർബ്സ് ആണ്. അത് ഇപ്പൊ നെറ്റിൽ നിന്ന് തന്നെ എടുത്താണ്. ഇത്രയും വേർഡ്സ് ഒന്നും നമുക്കറിയില്ലായിരുന്നു. ബട്ട് ഇത് ബീന്റെ പല ഫോംസ് ആണ്. ആം, ഇസ്, ആർ, വാസ്, വെയർ, ബീങ്, ഡീൻ. ഇത് പല രീതിയിൽ നമുക്ക് വേർഡ്സ് സെന്റൻസ് ഫോർമേഷനിലൊക്കെ മാറ്റി മാറ്റി ഉപയോഗിക്കേണ്ടി വരും. ഹാവ്, ഹാസ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്. അത് സിംഗുലർ പ്ലൂറൽ അനുസരിച്ച് മാറും. അതുപോലെ പാസ്റ്റ് ടെൻസും പ്രസന്റ് ടെൻസും ഒക്കെ ആവുമ്പോൾ ഹാവ്, ഹാഡ് ആവും, ഡു, ഡിഡ് ആവും, ഇസ് അല്ലെങ്കിൽ വാസ് ആവും. അത് നമ്മൾ നോക്കാം അടുത്തതില്. പിന്നെ നെഗറ്റീവ്സ് ആണ്. നെഗറ്റീവ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പൊ ക്യാൻ്റെ ഓപ്പോസിറ്റ് കനോട്ട്, അല്ലെ കനോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് കാണ്ട് എന്നുള്ളത്. കുഡ് എന്നുള്ളതിന്റെ ആണ് കുഡ് നോട്ട്, മേ നോട്ട്. അപ്പൊ കുഡന്റ് നമ്മൾ എഴുതാറുണ്ട്, അല്ലെ ഐ കുഡന്റ് ഡു ഇറ്റ്. അത് നമ്മൾ ഷോർട്ട് ആക്കി പറയണം. ഐ കുഡ് നോട്ടിനെ ഷോർട്ട് ആക്കണതാണ് കുഡന്റ്. മേ നോട്ട്, മെയിൻറ്റ്. മെയിൻറ്റ് നമ്മൾ സാധാരണ അങ്ങനെ പറയാറില്ല, എന്നാലും മേ നോട്ട് എന്ന് പറയാറുണ്ട്. മൈറ്റ് നോട്ട്, ഷാൽ നോട്ട്, വിൽ, വോണ്ട്, would, wouldn't, mustn't, ought to, ought not to, dare not. ഇതൊക്കെ അതിന്റെ ഓപ്പോസിറ്റ്സോ അല്ലെങ്കിൽ നെഗറ്റീവ്സോ ആണ്. ഇപ്പം കൺവേർട്ട് ടു നെഗറ്റീവ് സെന്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ യൂസേജസ് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഇത് അറിഞ്ഞിട്ട് വേണം കൺവേർട്ട് ചെയ്യാൻ. ഹാവ്, ഹാസ് എവിടെയാണ് യൂസ് ചെയ്യണമെന്ന് നോക്കാം. അതിൽ ഹാവ് നമ്മൾ യൂസ് ചെയ്യണ എപ്പോഴാണ്? ഫസ്റ്റ് പേഴ്സൺ, അതായത് ഐ, വി ഉള്ളപ്പോഴാണ് ഐ ഹാവ്, വി ഹാവ് എന്നൊക്കെ പറയുള്ളൂ. സെക്കൻഡ് പേഴ്സൺ യു ഹാവ് എന്ന് നമ്മൾ പറയും. ടേക്കിംഗ് തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് എന്താണ്? ദേ ഹാവ് 2 dogs. ഇതിലൊക്കെ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യണത്. ഹാസ് എന്ന് പറയുന്നത് എവിടെയാണ്? പിന്നെ സ്പീക്കിംഗ് തേർഡ് പേഴ്സൺ, ഹി, ഷീ എന്നൊക്കെ വരുമ്പോഴാണ്, ഇറ്റ് എന്ന് പറയുമ്പോഴാണ് ഹാസ് വരുന്നത്. they have 2 dogs എന്ന് പറയുമ്പോൾ നമ്മൾ we have the book എന്നൊക്കെ പറയുള്ളൂ. ഹാസ് യൂസ് ചെയ്യില്ല. ഹാസ് തന്നെ എവിടെയാണ്? ഹി എന്ന് പറയുമ്പോൾ, അല്ലെ he has a slender nose, she has 2 cars, it has been 3 hours since she went to school. അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴാണ് ഹാസ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഇത്ര പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിൽ നൗൺ നമ്മൾ കണ്ടു, പേര്, നാമശബ്ദം. പ്രൊനൗൺ എന്ന് വെച്ചാൽ പേരിന് പകരം യൂസ് ചെയ്യണത് ഒരു വേർഡാണ്, ഹി, ഷീ, ദാറ്റ്, ഇറ്റ് എന്നൊക്കെ ഉള്ളത്. വേർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ കാണിക്കുന്നു, എന്ത് ആക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നൗണിനെ പറ്റി കൂടുതൽ പറയുന്ന കാര്യങ്ങളാണ്, എങ്ങനത്തെ ആളാണ് അല്ലെങ്കിൽ എങ്ങനത്തെ സാധനമാണ്. അഡ്വേർബ് എന്ന് പറഞ്ഞാൽ ആ ആക്ഷനെ എന്ത് കൂടുതൽ അതിനെപ്പറ്റി എന്ത് പറയുന്നു. ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എ ആൻഡ് ദ എന്നുള്ള കാര്യങ്ങള്. പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്യുന്ന സാധനങ്ങൾ, ഓഫ്, ഓൺ, അബൌട്ട്, അങ്ങനത്തെ സാധനങ്ങൾ. കൺജങ്ഷൻ ആൻഡ്, ഓർ, ബിക്കോസ്. ഇത് ഇന്റർജെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ക്ലമേഷൻ അല്ലെങ്കിൽ റിമാർക്ക്. ഇതൊക്കെയാണ് നമ്മൾ ഇത്ര നേരം കൊണ്ട് മനസ്സിലാക്കിയത്.